മലയാളിയായ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോന്റെ രണ്ടാം ബഹിരാകാശ ദൗത്യം പൂർത്തിയായി. നടത്ത ദൗത്യമാണ് പൂർത്തിയായത്. 6 മണിക്കൂർ 23 മിനിറ്റാണ് ദൗത്യം നീണ്ടു നിന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ കമ്മ്യൂണിക്കേഷൻ ആന്റിന അനിൽ മേനോനും സഹയാത്രിക സോഫി അഡിനോയും ചേർന്നുള്ള ബഹിരാകാശ നടത്തത്തിൽ മാറ്റിവെച്ച ബഹിരാകാശ നിലയത്തിലെ ആന്റിന പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. ഓഗസ്റ്റ് 25-നാണ് മൂന്നാം ബഹിരാകാശ നടത്തം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണല്ലേ? അതായത് ഈ നടത്തം അത് വലിയൊരു ദൗത്യമായിരുന്നു, അത് പൂർത്തിയായി എന്ന് പറയുമ്പോൾ എത്രത്തോളം നിർണായകമാണ് ശാസ്ത്രലോകത്ത്? രാഖി, ആതിര, തീർച്ചയായും ഏറ്റവും നിർണായകമായൊരു നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ നിർണായകമായൊരു നേട്ടം തന്നെയാണ് ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് മലയാളിയായ അനിൽ മേനോൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ആദ്യമായി ബഹിരാകാശത്ത് നടക്കുന്ന മലയാളി എന്ന ആ പേര്, ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന വ്യക്തി എന്ന പേരെല്ലാം തന്നെ അദ്ദേഹം നേടിയിരിക്കുന്നു. അത് ആദ്യമായി നടന്നത് ഓഗസ്റ്റ് 6-നാണ്. അതുപോലെ തന്നെ തുടർച്ചയായി അദ്ദേഹം ബഹിരാകാശ നിലയത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. അദ്ദേഹം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു പവർ സ്റ്റേഷൻ, അതായത് ഈ സോളാർ പാനലുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു സംവിധാനത്തിൻ്റെ ഭാഗമായാണ് ആദ്യ ബഹിരാകാശ നടത്തം. ആദ്യമായി ബഹിരാകാശത്ത് നടന്ന മലയാളി ബഹിരാകാശത്തെ ഊർജ്ജ കേന്ദ്രത്തിൻ്റെ സംവിധാനങ്ങളെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ അവസാനിച്ച ബഹിരാകാശ ദൗത്യത്തിൽ അദ്ദേഹം വീണ്ടും ബഹിരാകാശത്ത് നടന്നത് ആൻറ്റിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ റേഡിയോ ആൻറ്റിനയുടെയും അതിൻ്റെ അനുബന്ധ ആൻറ്റിനകളെല്ലാം തന്നെ മാറ്റിവെക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നലെ നടന്നത്. സോഫി അഡിനോ എന്ന് പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ യാത്രികയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 6 മണിക്കൂർ 23 മിനിറ്റ് നീണ്ടുനിന്ന ഒരു ബഹിരാകാശ നടത്തമാണ്. ബഹിരാകാശ നടത്തം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തേക്ക് ബഹിരാകാശ യാത്രികർ എത്തുകയും ആ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ബഹിരാകാശ നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിൽ വായു ഉണ്ടായിരിക്കും, അതിൽ മാസ്കുകളോ സംവിധാനങ്ങളോ വേണ്ടതില്ല. പക്ഷേ നേരെ തിരിച്ചാണ് പുറത്തുള്ള യാത്രയും മറ്റ് സംവിധാനങ്ങളെല്ലാം. അത്തരത്തിലുള്ള ബഹിരാകാശ നടത്തം 6 മണിക്കൂർ 23 മിനിറ്റ് നീണ്ടു നിൽക്കുകയും മലയാളിയായ അനിൽ മേനോനും സോഫി അഡിനോയും അത് പൂർത്തിയാക്കുകയും വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഒരു മലയാളി അനിൽ മേനോൻ എന്നുള്ളതാണ്. എന്തായാലും വലിയ അഭിമാനമാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.